സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തമാണ് ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽഷ്യം. മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്. മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര് കോൺ കോശങ്ങൾ എന്നാണ്. കോൺ കോശങ്ങൾ. മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ. മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് എവിടെയാണ്? മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് റെറ്റീനയിലാണ്. റെറ്റീന. മദ്രാസ് അല്ലെങ്കിൽ ഇന്നത്തെ ചെന്നൈ നഗരത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. ഫ്രാൻസിസ് ഡേ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖകളുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖകളുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂർ ആണ്. 24 മണിക്കൂർ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത ആരാണ്? മരണാനന്തര ബഹുമതിയായിട്ട് ഭാരത രത്നം നേടിയ ആദ്യ വനിതയാണ് അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയാണ് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത. അരുണ ആസഫ് അലി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഒ ചന്തുമേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? 1889. 1889 ഇന്ദുലേഖ പ്രസിദ്ധപ്പെടുത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യം. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യമാണ് ഒരു വിലാപം. CS സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം എന്നതാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യം. ഒരു വിലാപം ആരുടേതാണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലനാണ്. ബാലൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം ഏതാണ്? മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം 1969. 1969 മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത്. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അപ്പുക്കിളി എന്ന കഥാപാത്രം ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലേതാണ്? ഖസാക്കിന്റെ ഇതിഹാസം. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. പുലയ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയാണ് C. അച്യുതമേനോൻ. C. അച്യുതമേനോൻ. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. പഞ്ചാബ്. 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ അനുവദിച്ചത് ഏതു വർഷത്തിലാണ്? 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാനായിട്ട് അനുവാദം നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്.
പാറ്റിങ്ങൽ റാണി 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാനായിട്ട് ഇംഗ്ലീഷുകാരെ അനുവദിച്ച വർഷം ഏതാണ്? 1684 1684. 5 തെങ്ങ് കോട്ട നിർമ്മിച്ചതാര് എന്ന് ചോദിച്ചാൽ ആരാണ്? ബ്രിട്ടീഷുകാരാണ്. 5 തരം റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 5 തരം റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32ലാണ് റിട്ടുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അൺഹാപ്പി ഇന്ത്യ രചിച്ചത്. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? ലാലാ ലജ്പത് റായ് ആണ്. അൺഹാപ്പി ഇന്ത്യ എന്ന കൃതി ആരുടേതാണ്? ലാലാ ലജ്പത് റായ്. അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് ആര്? അൺടച്ചബിൾ എന്ന നോവൽ ആരുടേതാണ്? മുൽക്ക് രാജ് ആനന്ദാണ്. മുൽക്ക് രാജ് ആനന്ദ്. നോവലിൻ്റെ പേര് അൺടച്ചബിൾ. ആരുടേതാണ്? മുൽക്ക് രാജ് ആനന്ദ്. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക റോസിയാണ്. വിഗതകുമാരനിൽ അഭിനയിച്ച റോസിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ അൽ ബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവ് ആരാണ്? തിമ്മയ്യയാണ്. തിമ്മയ്യ. ഏത് വർഷമാണ്? 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ അൽ ബുക്കർക്കിനെ, ആരെയാണ്? അൽ ബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവാണ് തിമ്മയ്യ. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലി പട്ടണമാണ്. മസൂലി പട്ടണത്തിലാണ് 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ചത്. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങൾ എത്രയാണ്? 118 മൂലകങ്ങളാണ്. 118. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ 131. അയോഡിൻ 131. ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൺ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഏത് പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൺ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമാണ്. പരീക്ഷണത്തിൻ്റെ പേര് ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. മനുഷ്യ ശരീരത്തിൻ്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം. മനുഷ്യ ശരീരത്തിൻ്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവമാണ് വൃക്ക. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മാനുഷിക പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം. ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഡിസംബർ 14 ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിൻ്റെ നേതാവ്. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിൻ്റെ നേതാവ് ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മനായിരുന്നു. ഏത് വർഷമാണ്? 1799 ഏത് യുദ്ധത്തിൻ്റെ നേതാവായിരുന്നു? പോളിഗാർ യുദ്ധത്തിൻ്റെ നേതാവായിരുന്നു. ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 1931 മാർച്ച് 23 രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? വർഷം 1931 മാർച്ച് 23 തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. അപ്പോൾ ആരൊക്കെയാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ് എന്നിവരാണ്. രാജ്ഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലീസ് ആണ്. കോൺവാലീസ് പ്രഭുവാണ് ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അമ്പലപ്പുഴയുടെ പഴയ പേരെന്താണ്? അമ്പലപ്പുഴയുടെ പഴയ പേരാണ്
ചെമ്പകശ്ശേരി എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? അമ്പലപ്പുഴയാണ്. ഭംഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഭംഗ്ര പഞ്ചാബിലെ നൃത്തരൂപമാണ് ഭംഗ്ര, പഞ്ചാബ്. 1937 ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞ ഭൂവിഭാഗം. 1937 ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞത് ബർമ്മയാണ്, ഇപ്പോൾ അറിയപ്പെടുന്നത് മ്യാൻമാർ എന്നാണ്. 1937 ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞ ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബർമ്മയാണ്. വർഷം ഏതാണ്? 1937. 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. 1947 ഓഗസ്റ്റ് 15 ആരാണ്? സർദാർ അജിത് സിംഗ് ആണ്. സർദാർ അജിത് സിംഗ് 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സർദാർ അജിത് സിംഗ്. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു ഇന്ത്യയുടെ ഗവർണർ ജനറൽ. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? വർഷം 1936 ആണ്. എവിടെ നിന്ന് എവിടേക്കാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലനാണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീറ്റർ സ്റ്റോവ് ആണ്. ഹാരിയറ്റ് ബീറ്റർ സ്റ്റോവ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഹേബർ പ്രക്രിയ. മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ. അണുസംഖ്യ 100 ആയ മൂലകം. അണുസംഖ്യ 100 ആയ മൂലകമാണ് ഫെർമിയം. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? ഭരതനാട്യമാണ്. ഭരതനാട്യം. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് ആരാണ്? ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയത് OM നമ്പ്യാറാണ്. OM നമ്പ്യാറാണ് ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയത്. ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം ഏതാണ്? ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകമാണ് നെപ്റ്റ്യൂണിയം. ആദ്യത്തെ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകമാണ് നെപ്റ്റ്യൂണിയം. ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ഹരിവംശ് റായ് ബച്ചനാണ്. ഹരിവംശ് റായ് ബച്ചൻ. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി. രക്തം കട്ടപിടിക്കാതാകുന്ന രോഗം ഏതാണ്? രക്തം കട്ടപിടിക്കാതാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതാകുന്ന രോഗം ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകം പ്ലേറ്റ്ലെറ്റുകളാണ്. പ്ലേറ്റ്ലെറ്റുകൾ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവായിരുന്നത് ജോർജ് ആറാമനാണ്. ജോർജ് ആറാമൻ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്?
ഇന്ത്യ സ്വതന്ത്രമാക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ടാണ് INS വിഭൂതി. INS വിഭൂതി ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മിസൈൽ ബോട്ട്. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. ജോർജ് യൂൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ് സാദൃശ്യം? ഇന്ത്യയിലെ പാർലമെന്ററി സംവിധാനം ഏത് രാജ്യത്തിനോടാണ്, രാജ്യത്തേതിനോടാണ് സാദൃശ്യം? ബ്രിട്ടൻ്റേതിനോടാണ്. ബ്രിട്ടൻ. ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂർ ഇന്ത്യയിലെ പിറ്റ്സ്ബർഗ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഭാരൻ ദ്വീപാണ്. ഭാരൻ ദ്വീപ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാടിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏത് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത ജില്ലാ കളക്ടറേറ്റ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവത്കൃത ജില്ലാ കളക്ടറേറ്റ് ആണ് പാലക്കാട്. ജാലിയൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാബ്. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? പല്ല് ഏത് രാസവസ്തു കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽഷ്യം ഫോസ്ഫേറ്റ്. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആരാണ്? കൃതിയുടെ പേര് മൈ കൺട്രി മൈ ലൈഫ്. രചിച്ചത് ആരാണ്? LK അദ്വാനിയാണ്. LK അദ്വാനിയാണ് മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോടാണ്. കോഴിക്കോട്. നാഥുല ചുരം ഡാഷ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നാഥുല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. സിക്കിം. ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായിട്ട് കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് ഇന്ത്യയുമായിട്ട് കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ബംഗ്ലാദേശ്. മനുഷ്യന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? മനുഷ്യന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. 33. NSന്റെ മുഖപത്രം. NSന്റെ മുഖപത്രം സർവീസ് ആണ്. സർവീസ്. NSന്റെ മുഖപത്രം സർവീസ്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. പ്രത്യേകത എന്താണ്? മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. R ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഹിന്ദു മഹാമണ്ഡലം മന്നത്ത് പത്മനാഭൻ. ആരൊക്കെ ചേർന്നാണ്? R ശങ്കർ, മന്നത്ത് പത്മനാഭർ എന്നിവർ ചേർന്ന് സ്ഥാപിച്ചതാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏതാണ്? മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966 1966. പഞ്ചകല്യാണി നിരൂപണം രചിച്ചതാരാണ്? പഞ്ചകല്യാണി നിരൂപണം മന്നത്ത് പത്മനാഭനാണ്. പഞ്ചകല്യാണി നിരൂപണം രചിച്ചത് മന്നത്ത് പത്മനാഭൻ. കഥകളിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കഥകളി യോഗം സ്ഥാപിച്ചതാരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കഥകളി യോഗം സ്ഥാപിച്ചത്. കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഥകളി യോഗം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആറാട്ടുപുഴ വേലായുധൻ പണിക്കർ.
കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ലോക ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ എന്ന ഡോക്യുമെന്ററി ആരെക്കുറിച്ചുള്ളതാണ്? ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാൾ, ഡോക്യുമെന്ററിയുടെ പേര് ഒറ്റയാൾ, ആരെക്കുറിച്ചുള്ളതാണ്? ദയാബായിയെ കുറിച്ചുള്ളതാണ്. ആരെക്കുറിച്ചുള്ളതാണ് എന്ന് ചോദിച്ചാൽ ദയാബായിയെ കുറിച്ചുള്ളതാണ്. ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ഷൈനി ജേക്കബ് ആണ്. ഡോക്യുമെന്ററിയുടെ പേര് ഒറ്റയാൾ. ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥ. ദ്രവ്യത്തിന്റെ ഏഴാമത്തെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ്? ഏഴാമത്തെ അവസ്ഥയാണ്. ദൈവഗണം എന്നറിയപ്പെടുന്നത്, ദൈവഗണം ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ എന്നത് എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ്. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടേതാണ്? എസ് കെ പൊറ്റക്കാടിന്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആര്? കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ആലത്തൂർ ശിവയോഗിയാണ്. ആലത്തൂർ ശിവയോഗി. കൊടുങ്കാറ്റിന്റെ മാറ്റുലി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് കൊടുങ്കാറ്റിന്റെ മാറ്റുലി. രചിച്ചത് ആരാണ്? എ കെ ഗോപാലൻ ആണ്. എ കെ ഗോപാലൻ. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ എന്നാണ്. അത് ആരുടെ ആത്മകഥയാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ എന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. മന്നത്ത് പത്മനാഭൻ. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആരെ എന്ന് ചോദിച്ചാൽ വക്കം മൗലവിയാണ്. വക്കം മൗലവി. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം? ഷീ ടാക്സി പദ്ധതി 2013. 2013 ഷീ ടാക്സി പദ്ധതി ആരംഭിച്ചത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ആരാണ്? ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ്. ബെൻ കിങ്സ്ലി. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ്? ഈ പഞ്ചനദികൾ എന്നറിയപ്പെടുന്ന നദികൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെയാണ്? ബിയാസ് നദി, സത്ലജ്, ജലം, ചെനാബ്, രവി എന്നിവയാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത്. ഇത് സിന്ധു നദിയുടെ പോഷക നദികളാണ്. സിന്ധു നദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യത്തെ നദി ഏത്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏത് എന്ന് ചോദിച്ചാൽ ഷിയോനാഥ് ആണ്. ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയുടെ രചയിതാവ് സി വി രാമൻ പിള്ളയാണ്. സി വി രാമൻ പിള്ള. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏതു പേരിൽ അറിയപ്പെടുന്നു? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. കീലിംഗ് കർവ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഇടുക്കി ജില്ല രൂപം കൊണ്ട വർഷം? ഇടുക്കി 1972 ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. 1972. ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത. ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് ആറന്മുള പൊന്നമ്മ. വിറ്റാമിൻ B1ന്റെ രാസനാമം? വിറ്റാമിൻ B1 തയമീൻ.
വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തൈമിൻ. അവസാനത്തെ ചോദ്യം, ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇരുമ്പാണ്. ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ലോഹം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.